വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ തേർഡ് മൊഡ്യൂളായ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ തേർഡ് പാർട്ടാണ്. ഫിനാൻഷ്യൽ അനാലിസിസും അതുപോലെ തന്നെ പ്രോജക്റ്റ് ഫിനാൻസും പ്രോജക്റ്റ് റിപ്പോർട്ടും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോജക്റ്റ് അപ്രൈസൽസും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഫിനാൻഷ്യൽ അനാലിസിസ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് obtaining relevant information about a project in order to ascertain its financial viability. The preliminary steps involved in the financial analysis include estimation of total capital outlay involved in the project, estimation of operating cost, estimation of operating revenue. ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി കണ്ടെത്തുന്നതിനായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ അനാലിസിസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റസുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഇൻവോൾവ് ഇൻ ദി പ്രോജക്റ്റ്. രണ്ടാമത്തെ എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മൂന്നാമത്തെ എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് റവന്യൂ. ഫസ്റ്റ് ഇപ്പോൾ എന്താണ് എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സം ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടിൽ ദ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ അഡ്വാൻസസ്, എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, കൺസൾട്ടൻസി ചാർജസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻടാഞ്ചിബിൾ എക്സ്പെൻസസ്, രജിസ്ട്രേഷൻ ഫീസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ കണ്ടീജൻസീസ്. ഇവിടെ പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാപിറ്റൽ ഔട്ട്ലേ, ആ ക്യാപിറ്റൽ ഔട്ട്ലേ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തീയതി വരെയുള്ള എല്ലാ എമൗണ്ടും ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ അഡ്വാൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓൾ അഡ്വാൻസസും എക്സ്പെൻഡിച്ചേഴ്സും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, കൺസൾട്ടൻസി ചാർജസ്, ഇൻട്രസ്റ്റ് ചാർജസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഈടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ operating costs are those which have to be incurred after the project commences the production. Operating costs vary with the quantity of output. Operating costs cover the material cost, labor cost, overhead cost and incidental expenses. A performer of operating costs show the operating cost estimates. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ പ്രൊഡക്ഷന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ശേഷം അതിൽ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രവർത്തന ചെലവുകളാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളെയാണ് ഈ പറയുന്ന എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മെറ്റീരിയൽ കോസ്റ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, ഇൻസിഡൻഷ്യൽ എക്സ്പെൻസുകൾ, ഇതൊക്കെ ആരാണ് കവർ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് കവർ ചെയ്യുന്നത്. ഈ എല്ലാത്തിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുടെ ഒരു പെർഫോമയാണ് ഈ പറയുന്ന എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് റവന്യൂസ് അഥവാ എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേഷണൽ റവന്യൂ. എസ്റ്റിമേഷൻ ഓഫ് ഓപ്പറേഷണൽ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ഇൻകോർഡ് ടു ദ ജനറേറ്റ് ഓപ്പറേറ്റിംഗ് റവന്യൂ ഓർ സെയിൽസ്. ഇറ്റ് ഈസ് നെസറി ടു അസസ് ദ ഡിമാൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ ആൻറ്റിസിപ്പേറ്റ് സെയിൽസ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. Sales and production are closely related and they are estimated together through an estimates of production and sales. It shows the detailed installed capacity value of asset. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് റവന്യൂയോ അല്ലെങ്കിൽ സെയിൽസോ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നിരവധി പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ഡിമാൻഡിൻ്റെ പൊട്ടൻഷ്യലും അതുപോലെ സാധനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ സെയിൽസും പ്രൊഡക്ഷനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ്റെയും സെയിൽസിൻ്റെയും ഒരു എസ്റ്റിമേറ്റ്സ് വഴി അവ ഒരുമിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാം. ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് സെയിൽസ് തുടങ്ങിയവയുടെ എല്ലാ വിശദാംശങ്ങളും ഇതിൽ കാണിക്കണം. അടുത്തത് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. അതിൽ ഫസ്റ്റ് ടെക്നിക്സാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. Fund flow statement is prepared to show in asset, liabilities and net worth between two balance sheet dates. It is prepared to ascertain how much funds have been generated and how these funds were put to use.
This will assist the minimizing cost of finances and avoiding tight fund situation. The term fund here means working capital. Flow fund means the change in working capital. രണ്ട് ബാലൻസ് ഷീറ്റുകളുടെ ഡേറ്റുകൾക്കിടയിൽ അസറ്റുകൾ ലയബിലിറ്റീസുകളുടെ മൊത്തം വാല്യൂസ് എന്നിവയിൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്നത്. എത്ര ഫണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്ത് എത്ര ഫണ്ടുകളാണ് ഉപയോഗിച്ചുവെന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഫിനാൻഷ്യൽ കോസ്റ്റ് കുറയ്ക്കുന്നതിനും ഫണ്ടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അത് ഒഴിവാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫണ്ട് എന്നതിൻ്റെ ടേംസ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ഫണ്ടുകളുടെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഫണ്ടുകളുടെ ഫ്ലോ എന്നാൽ ഒരു ക്യാപിറ്റൽ ചേഞ്ചസിൻ്റെ ക്യാപിറ്റൽ, അതാണ് അതിനെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. Cash is a critical asset. It acts as a fuel on which a project run and it has to kept ready all the time. Cash flow statement is prepared to ensure that the business until will have necessary cash with it and it will not face liquidity problem. ഇവിടെ ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ ക്രിറ്റിക്കൽ അസറ്റാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്യുവലായിട്ടാണ് ഈ ക്യാഷ് പ്രവർത്തിക്കുന്നത്. അത് എല്ലായ്പ്പോഴും തയ്യാറായിരിക്കണം. ബിസിനസ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഉണ്ടെന്നും അതിന് ലിക്വിഡിറ്റി പ്രോബ്ലംസ് നേരിടില്ലെന്നും ഉറപ്പാക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് അനാലിസിസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രോബബിൾ പ്രോഫിറ്റ് അറ്റ് എനി ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. ഏത് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിലും പ്രോഫിറ്റ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന അനാലിസിസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അസംഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് അസംഷൻ, കോസ്റ്റ് ക്യാൻ ഡിവൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഇവിടുത്തെ കോസ്റ്റ് അത് ഫിക്സഡും വേരിയബിളിലും ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, വേരിയബിൾ കോസ്റ്റ് വറി ഇൻ പ്രപ്പോർഷൻ ടു ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൻ്റെ പ്രപ്പോർഷൻസ് വേരിയബിൾ കോസ്റ്റുമായിട്ട് ഡിഫറെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. സെല്ലിംഗ് പ്രൈസും സ്ഥിരമായിരിക്കും. സെയിൽസ് മിക്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നോ എഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസിൽ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഉണ്ടായിരിക്കില്ല. അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ടൂൾസ് ഓഫ് പ്രോഡക്റ്റ് പ്ലാനിങ്. എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ വില അല്ലെങ്കിൽ പ്രൈസ് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണ് ഈ പറയുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസും അതിൻ്റെ പ്രോഫിറ്റും പ്രവചിപ്പിക്കാൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗപ്രദമാണ്. നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ ദ സെല്ലിംഗ് പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ്, യൂസ്ഫുൾ ടു പ്രോഫിറ്റ് പ്ലാനിങ്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാനും ഈ പറയുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസർ ടു ഡിറ്റർമൈൻ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ അനാലിസിസിലെ അപ്ലിക്കേഷൻസിൽ വന്ന മേക്ക് ഓർ ബൈ ഡിസിഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് കൺട്രോളിങ് ഈസ് പോസിബിൾ. കോസ്റ്റിൻ്റെ നിയന്ത്രണം ഇത് കൂടുതലായിട്ട് സാധ്യമാണ് അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് ഈസ് ഷോർട്ട് റൺ ആയുള്ള ഒരു അനാലിസിസ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഫിക്കൽട്ടി ടു സെപ്പറേറ്റ് കോസ്റ്റ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിക്സഡും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, പ്രൈസ് ലെവൽ ചേഞ്ചസ് വിൽ നോട്ട് കൺസിഡേർഡ്. പ്രൈസ് ലെവൽ ചേഞ്ചസിൽ കൺസിഡർ ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ലെവലിൽ ചേഞ്ചസ് വരുത്താനും സമ്മതിക്കില്ല. ആ ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിൻ്റെ രീതിയിൽ അത് കൺസിഡർ ചെയ്യില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് വിൽ നോട്ട് റിമൈൻ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കാനും ഇതിൽ കൺസിഡർ ചെയ്യില്ല അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്. ദ ടെക്നിക്സ് ഓഫ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ഹെൽപ്സ് ഇൻ സ്റ്റഡിയിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്രിറ്റിക്കൽ
crucial variable like the raw materials, sales volume, sale price, degree of capacity utilization, etc. over the economic viability of the enterprise. ഇവിടെ എൻ്റർപ്രൈസിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള വയബിലിറ്റീസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസുകൾ, സെയിൽസിൻ്റെ വോളിയം, സെയിൽസിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി, വിനിയോഗിക്കുന്നതിനുള്ള ഒരു അളവ് തുടങ്ങിയ എല്ലാ നിർണായകമായിട്ടുള്ള വേരിയബിളുകളുടെയും ഒരു ഇൻഫ്ലുവൻസ് അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. റിസ്ക് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ സോഴ്സ് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രോജക്റ്റുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസ്കുകളുടെയും സോഴ്സുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് റിസ്ക് അനാലിസിസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രോജക്റ്റ് ഫിനാൻസ്. ഈ പ്രോജക്റ്റ് ഫിനാൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് റിക്വയർഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് മിഷനറീസ് എക്സെട്ര. ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്ലോക്ക് ക്യാപിറ്റൽ സാധാരണയായിട്ട് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറീസ് മുതലായ എല്ലാ ഫിക്സഡ് അസറ്റുകളും നേടുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നാച്ചർ ഓഫ് പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിൻ്റെ സ്വഭാവം എത്രത്തോളം ഉണ്ട്. രണ്ടാമത്തത് സൈസ് ഓഫ് ദ ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ വലുപ്പം ബാധകമാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റിൻ്റെ ഒരു മിശ്രിതം, അത് ഏതൊക്കെ രീതിയിലാണ് പ്രോഡക്റ്റ് മിക്സ് ഉള്ളത്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതുപോലെ മെത്തേഡ് ഓഫ് അക്വയറിങ് ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്ന മെത്തേഡ് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന ഫിക്സഡ് ക്യാപിറ്റൽ വരുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ it is the capital required for the operating of working of an enterprise. It consists of fund invested in current asset. ഒരു എൻ്റർപ്രൈസിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നിലവിലെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ വർക്കിംഗ് ക്യാപിറ്റലിന് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് സപ്പോർട്ട് ടു നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റുകളുടെ ഫലപ്രദമായിട്ടുള്ള വിനിയോഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ സാധാരണയുള്ള പ്രവർത്തനം പിന്തുണയ്ക്കുന്നതിനും ആവശ്യമായുള്ള ഏറ്റവും കുറഞ്ഞൊരു പ്രവർത്തന അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലാണ് ഈ പറയുന്ന പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും രണ്ടാമത്തത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എമൗണ്ടിൽ നിന്നും ഇൻവെൻ്ററീസുകളിലേക്കും അതുപോലെ തന്നെ എന്താണ് സ്വകാര്യമായിട്ടുള്ള വിലയിലേക്കും വീണ്ടും എമൗണ്ടിലേക്കും പ്രചരിക്കുന്ന ക്യാപിറ്റൽ നിലനിർത്തുന്നതാണ് ഒരു സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് അവിടെ എന്താണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് ഈസ് ദ അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് ദ സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീസൺ അനുസരിച്ചിട്ടും അതുപോലെ സ്പെഷ്യൽ നീഡ്സൊക്കെ നോക്കിയിട്ട് അതൊക്കെ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹയസ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ക്യാപിറ്റലാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ് ഈ പറയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബിസി ഏറിയിട്ടുള്ള സീസൺസുകളിൽ ആവശ്യമായിട്ടുള്ള വർക്കിങ്സ് ആവശ്യമായുള്ള വർക്കിംഗ് ക്യാപിറ്റലുകളാണ് ഈ പറയുന്നത് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സെയിൽസ് ക്യാമ്പയിൻ ചെയ്യുക അല്ലെങ്കിൽ
ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ പീരീഡ്സ് ഓഫ് സ്ട്രൈക്കേഴ്സ് ഓർ ലോക്കൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിറ്റർമൈനിങ് ദ ക്യാപിറ്റൽ. അതിൽ ഒന്നാമത്തെ ക്യാരക്ടേഴ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. സെയിൽസ് ആൻഡ് വോളിയൂം ഓഫ് ബിസിനസ്സിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ സെയിൽസും നമ്മൾ നോക്കുക. ലെങ്ത് ഓഫ് പ്രോസസ്സിംഗ് പീരീഡ്, എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. ടേൺ ഓവർ, ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും നിബന്ധനകൾ നോക്കുക. സീസണൽ വേരിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇമ്പോർട്ടൻസ് ഓഫ് ലാബേഴ്സിൻ്റെ പ്രാധാന്യം, അതുപോലെ ക്യാഷ് ഫ്ലോസ്, സ്റ്റോക്ക്, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഫിനാൻസ് 3 രീതിയിലുണ്ട്. ഒന്ന് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും, മീഡിയം ടേം സോഴ്സ് ഓഫ് ഫിനാൻസും, ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ IFCI, IPRD, വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. മീഡിയം ടേമിലാണെങ്കിൽ ഡെഫേർഡ് ക്രെഡിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസ്, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ഒക്കെ ഈ പറയുന്ന മീഡിയം ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ആയിട്ടുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അക്കൗണ്ട് റിസീവബിൾസ് ഒക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോജക്റ്റ് അപ്രൈസൽ. നെക്സ്റ്റ് സ്റ്റേജാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it simply refers to the assessment of a project. It is the process of estimating the cost of and benefits of a project to arrive at the investment decision. The project appraisal is a critical and analytical evaluation at the project from different angles. എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സിംപ്ലി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നത് എന്നത് അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ അപ്രൈസലിനെ ആയിട്ട് സൂചിപ്പിക്കുന്നത്. പ്രോജക്റ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രോജക്റ്റ് അപ്രൈസലിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനത്തിലെത്താൻ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും കണക്കാക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ആംഗിൾസിൽ നിന്നുള്ള പ്രോജക്റ്റിൻ്റെ നിർണായകവും അതുപോലെ തന്നെ വിശകലനപരവുമായിട്ടുള്ള വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ആസ്പെക്റ്റ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ. ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ഇൻപുട്സ്, യൂട്ടിലിറ്റീസ് റിക്വയർഡ് ഫോർ എ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ പറയുന്നത് മെറ്റീരിയൽ ഇൻപുട്ടുകളും അതുപോലെ തന്നെ പ്രോജക്റ്റിൻ്റെ ആവശ്യമായുള്ള യൂട്ടിലിറ്റീസുകളും ഒക്കെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, എക്കണോമിക് വയബിലിറ്റി. ഇറ്റ് ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പ്രോജക്റ്റിൽ മെയിനായിട്ട് പറയുന്നത് ഡിമാൻഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റുകളും ഒക്കെ എന്താണ് വിശദമായിട്ട് വിലയിരുത്താൻ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ വയബിലിറ്റി. ദിസ് ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് ദ പ്രപ്പോസ്ഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളുടെ സെയിൽസിനുമുള്ള ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ വയബിലിറ്റീസ്. ദിസ് കവർ ദ സ്റ്റഡി ഓഫ് ദ പ്രോജക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, പ്രോഫിറ്റബിലിറ്റി, ക്യാഷ് ഫ്ലോസ്, എസ്റ്റിമേറ്റ്സ് ആൻഡ് പെർഫോമ ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് അവിടെ സ്റ്റഡി ചെയ്യുന്നത് പ്രോജക്റ്റിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രോഫിറ്റബിലിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ പെർഫോമ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ കവർ ചെയ്യുന്നത്. മാനേജീരിയൽ കോമ്പിറ്റൻസി എന്ന് പറയുകയാണെങ്കിൽ വൈൽ ഇവാലുവേറ്റിംഗ് ദ മാനേജ്മെൻറ്റ് ഓഫ് എ പ്രോജക്റ്റ് ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ടു ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ന്യൂ entrepreneurs and try to judge their
characters on the basis of performance of the other units managed by them. Social consideration. This involves the analysis of social benefits which the project offers. ഇതാണ് സോഷ്യൽ കൺസിഡറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ മാനേജീരിയൽ കോമ്പറ്റൻസി എന്ന് പറയുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ മാനേജീരിയൽ കോമ്പറ്റൻസി പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് അത് വിലയിരുത്തുമ്പോൾ പുതിയതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസുകളും നേടേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ അവർ കൈകാര്യം ചെയ്യുന്ന മറ്റ് യൂണിറ്റുകളുടെ പെർഫോമൻസിനെ കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവത്തിൽ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ എന്താണ് വിലയിരുത്താൻ ശ്രമിക്കുക. സോഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പ്രൊജക്റ്റ് വാഗ്ദാനം ചെയ്യുന്ന സാമൂഹികമായിട്ടുള്ള നേട്ടങ്ങൾ അത് അനാലിസിസ് ചെയ്യുന്നതിലും ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എക്കോളജിക്കൽ അനാലിസിസ് ആണെങ്കിൽ ദിസ് ഈസ് ടു എൻഷുർ വെദർ ദ പ്രോജക്റ്റ് കോസസ് പൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എക്കോളജിക്കൽ അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ് എൻഷുർ ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു എക്കോളജിക്കൽ അനാലിസിസിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഇന്ന് പറഞ്ഞ ടോപ്പിക്സ്. എന്താണ്? ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ടെക്നിക്സുകളും അതുപോലെ തന്നെ പ്രോജക്റ്റ് അപ്രൈസലിൻ്റെ ആസ്പെക്റ്റുകളും പിന്നെ പ്രോജക്റ്റ് ഫിനാൻസുമാണ് മെയിനായി ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസലും അതുപോലെ തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് 2 വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറയുന്ന ടെക്നിക്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്പെക്റ്റ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊന്ന് ചോദിച്ചത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.